നിങ്ങൾക്ക് ഈ വഴുതനങ്ങ ഇഷ്ടമാണോ? ഇതുപോലൊരു ചട്നി ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. കേട്ടോ അടാറായിട്ടോ കേട്ടോ. ദോശയുടെ ഇത് കൂട്ടി കൊണ്ട് കഴിച്ചു കഴിഞ്ഞാൽ ദോശ മൊത്തം കൊണ്ട് വായിലോട്ട് ഇറങ്ങിപ്പോന്ന് അറിയുകയില്ല കേട്ടോ. അത്രയ്ക്കും ടേസ്റ്റിയാണ്. ഞാൻ ഇന്നലെ ഡ്യൂട്ടിക്ക് പോയപ്പോൾ എന്റെ ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ ഇതായിരുന്നു കേട്ടോ കോമ്പിനേഷൻ. ഇത് കണ്ട് ഒന്ന് രണ്ട് പേര് ഇതിന്റെ റെസിപ്പി ഒന്ന് ചോദിച്ചു. എന്നാ പിന്നെ എല്ലാവർക്കും കാണുന്ന രീതിയിൽ തന്നെ ഇട്ടേക്കാന്ന് കരുതി അതിന്റെ റെസിപ്പി ഇന്ന് വീണ്ടും ഒന്നും കൂടെ പ്രിപ്പയർ ചെയ്ത് അങ്ങോട്ട് ഇട്ട് കേട്ടോ. അപ്പൊ പിന്നെ നിങ്ങൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കിയിട്ട് മറക്കാതെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തും കൂടെ നോക്കൂ. എന്നാൽ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടാലോ. അതിനു മുന്നേ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്തേക്കണേ. കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ തന്നെ മറക്കാതെ അമർത്തിയേക്കണേ. എന്നാ പിന്നെ നമുക്കിത് ഉണ്ടാക്കാം. അതിനായി ആദ്യമേ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ തന്നെ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് ഇത് നല്ലൊരു ടേസ്റ്റ്. ഇതിലേക്ക് ഒരു സവാള ഇതുപോലെ അത്യാവശ്യം വലുതായിട്ട് തന്നെ അങ്ങ് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. കൂടെ ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ ഇഞ്ചിയുടെ പീസും കൂടെ ഇതുപോലെ 4ആയിട്ട് കട്ട് ചെയ്ത് അങ്ങോട്ട് ചേർത്ത് കൊടുത്ത് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. സാധാരണ ഈ സവാള വയറ്റിലാണല്ലോ നമുക്ക് എല്ലാവർക്കും ഒരു കഷ്ടപ്പെട്ട പണി. പക്ഷെ ഇതിനധികം ഒന്നും വയറ്റണ്ട, ചെറുതായിട്ടൊന്ന് വെന്ത് വന്നാൽ മതിയാവും, ചെറുതായിട്ടൊന്ന് ട്രാൻസ്പെറന്റ് ആയിട്ട് വന്നാൽ മതിയാവും. അവിടെ ആ പരുവം വരെയൊക്കെ ഒന്ന് വയറ്റിയെടുക്കാം. അവിടെ ഇപ്പൊ ഒന്നായിട്ടുണ്ട്, ഇതുവരെയൊക്കെ ഒന്ന് മതിയാവും. ഇനി ഇതിലേക്ക് ഒരു 2 തക്കാളി ചേർത്ത് കൊടുക്കണം കേട്ടോ. തക്കാളിയുടെ കാര്യത്തിലൊന്നും ഒരു പിശുക്കും കാണിക്കരുത്, 2 എണ്ണം തന്നെ ചേർക്കണം. തക്കാളിയൊക്കെ അത്യാവശ്യം വലുതായിട്ട് തന്നെ അരിഞ്ഞ് ചേർക്കാം കേട്ടോ. അത് ചെറുതായിട്ടൊന്ന് വയറ്റിയെടുത്തിട്ട് നമ്മുടെ മെയിൻ ഐറ്റമായിട്ടുള്ള വഴുതനങ്ങയും കൂടെ ഇനി ചേർത്ത് കൊടുക്കാം. ഒരു 2 വഴുതനങ്ങ ഞാനിങ്ങനെ അത്യാവശ്യം വലുതായിട്ട് തന്നെ ഒന്ന് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് അടച്ചു വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഈ വഴുതനങ്ങയും തക്കാളിയൊക്കെ നല്ലപോലെ ഒന്ന് വെന്ത് വരണം. അതിനുവേണ്ടി ഞാനൊരു 5 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ചട്നി ഒരു വട്ടമെങ്കിലും ഒന്ന് ഉണ്ടാക്കിയാൽ നിങ്ങൾ വീണ്ടും വീണ്ടും ട്രൈ ചെയ്യും. അതിന്റെ കാര്യത്തിലൊന്നും ഒരു സംശയമില്ല കേട്ടോ. അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്നിയായത്. അതുകൊണ്ട് ഇപ്പോൾ ഒരു 5 മിനിറ്റ് ഒന്ന് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. അതുകൊണ്ട് നമ്മുടെ തക്കാളിയും ഇട്ടുകൊടുത്ത വഴുതനങ്ങയൊക്കെ നല്ലപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്, നല്ലപോലെ ഒന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഈ പരുവം വരെയൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലപ്പൊടികളും കൂടെ ചേർത്ത് കൊടുക്കാം. മസാലപ്പൊടികളില്ലാതെ എന്ത് ചട്നിയല്ലേ. അപ്പൊ നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് ആ പൊടികളുടെയൊക്കെ പച്ചമുളകൊക്കെ ഒന്ന് മാറിക്കോട്ടെ, അതുവരെയും ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. അയ്യോ, ഞാനൊരു കാര്യം ചേർക്കാൻ മറന്നുപോയി കേട്ടോ. നമ്മുടെ പ്രധാനപ്പെട്ട ഉപ്പ് മാത്രം ചേർത്തില്ല. അപ്പൊ നിങ്ങൾ ആരും മറന്നു പോരുത് കേട്ടോ. ഈ സമയം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. ചേർത്ത് വീണ്ടും നല്ലപോലെ അങ്ങ് വഴറ്റി യോജിപ്പിച്ചെടുക്കാം. ഈ പൊടികളുടെ പച്ചമണമൊക്കെ നല്ലപോലെ അങ്ങ് മാറിക്കോട്ടെ, ആ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നോട്ടെ, അതുവരെയും അങ്ങ് വഴറ്റിയെടുക്കാം. കാരണം ഇപ്പൊ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. ഇതൊന്ന് തണുക്കുമ്പോഴേക്കും ഒരു മിക്സിയുടെ ജാറിലിട്ട് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തങ്ങ് എടുക്കാം. ഒരുപാട് പേസ്റ്റ് ആയിട്ടൊന്നും അരച്ചെടുക്കരുത്, ജസ്റ്റ് ഒന്ന് തരിതരിപ്പായിട്ട് തന്നെ അരച്ചെടുത്ത് അങ്ങ് മാറ്റിവെക്കാം. ഇനി ഒരൊറ്റ സ്റ്റെപ്പും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ചട്നി ഇവിടെ റെഡി ആവട്ടോ. അതാണ് നമ്മുടെ മെയിൻ ഐറ്റം, നമ്മുടെ താളിപ്പ്. അതിനായി ഒരു പാൻ വീണ്ടും ഒന്ന് അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത്, വെളിച്ചെണ്ണ ചൂടായിട്ട് വേണം കേട്ടോ ഈ കടുകിടാൻ. ഞാൻ സാധാരണ ഈ ചൂടാവുന്നവരെ വെയിറ്റ് ചെയ്യാറില്ല കേട്ടോ. അപ്പം ഈ വെളിച്ചെണ്ണ ചൂടായിട്ട് തന്നെ ഈ കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം കേട്ടോ. കൂടെ കുറച്ച് കറിവേപ്പിലയും ഇനി ഒരു വറ്റൽമുളക് 2ആയിട്ട് കട്ട് ചെയ്തും കൂടെ ചേർത്ത് കൊടുത്ത് നമ്മുടെ ഈ അരച്ചു വെച്ചേക്കുന്ന മിക്സും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് നല്ലപോലെ വീണ്ടും ഒന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചട്നി ഇവിടെ റെഡി ആവും കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് ദോശയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ ഒന്നും മാത്രമല്ല കേട്ടോ, ചോറിന്റെ കൂടെയും കഴിക്കാൻ നല്ല ബെസ്റ്റ് ആണ്. ചോറൊക്കെ അങ്ങോട്ട് ഇറങ്ങിപ്പോകുന്ന വഴി അറിയില്ല കേട്ടോ. അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്നി ആയത്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് മറക്കാതെ ഇതിന്റെ അഭിപ്രായം കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണം കേട്ടോ. അപ്പം ഇനിയും ഒരുപാട് അടാറ് റെസിപ്പികളുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.